നല്ല മീനാണ് തിരിച്ചേ വേണോ ഇത് 130. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി തിലോപ്പിയ ഫിഷ് ഗ്രിൽ ചെയ്തത്. നല്ല അടിപൊളി വ്യത്യസ്തമായ മസാലയൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ സ്റ്റൈലിൽ നമ്മൾ ഗ്രിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി മീനാണ് കേട്ടോ, സൂപ്പർ മീൻ. അപ്പോൾ നമുക്കിതിനെ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ട് നല്ല അടിപൊളി ഗ്രിൽ ചെയ്തെടുക്കാം അല്ലേ. ചെറുമ്പരൊക്കെ നല്ലപോലെ കല്ലുക്കുട്ടി നമുക്ക് കഴുകിയെടുക്കാം. നല്ല സുന്ദരനായിരുന്നു ഇല്ലേ. നമുക്കിതിന് മസാല റെഡിയാക്കി വെക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് പുതിനയില. നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്ത മസാല ആദ്യം കുറച്ച് കാശ്മീരി ചില്ലിന്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിന്, കുറച്ച് തൈര്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം. ഇത് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി. ഓക്കെ, നമുക്ക് മസാല തേച്ചിരിക്കും. നല്ലപോലെ മസാലയാണ്. ഇനി നമുക്ക് കമ്പി മീനിൻ്റെ വായിൽ കൂടിട്ട് വാലിൽ കൂടെ എടുക്കേണ്ടത്, അതാണ് ടാസ്ക്. ആ അടിപൊളി ഒന്നുമില്ലേ. മാല പോലെ ആക്കിയിട്ട് ഇവിടെ കിട്ടല്ലേ. അടിപൊളി അല്ലേ. കുറച്ച് കരി കൊട്ടണം, ഒരുപാട് വേണ്ട, കുറച്ച് മതി. കത്തിക്കും. പിടിക്കട്ടെ. ഇതൊക്കെ കെട്ടാലേ ഒരല്പം എണ്ണ ആദ്യം ഇതിനകത്ത് ആയിക്കൊടുക്കാം അല്ലേ. ഇനി നമുക്ക് നമ്മുടെ മീനല്ലേ നല്ല സുന്ദരമായിട്ട് ഇതിൽ കെട്ടാം. ഇത് പിടിക്കാം. ഇനി അവിടെ പോരാ, അവിടെ ഇവിടെ പിടി. ഇത് വഴി
കനലായില്ലേ? ഓ നമുക്ക് നമ്മുടെ മീനിനെ കൊണ്ട് വെച്ച് കൊടുക്കല്ലേ. നല്ല ചൂടായിരാ കല്ല്. ഇന്നലെ ഇല്ല ഇങ്ങനെ കേട്ടാ. നമുക്കൊരു പിടി സെറ്റ് ചെയ്ത് കൊടുക്കണം കറക്കായി. ഭയങ്കര ചൂടാണ്ട് രതീഷോടെ. അടിപൊളി. അങ്ങനെ അപ്പുറത്ത് ഫിറ്റ് ചെയ്താൽ പരിപാടി നടക്കുള്ളൂ. നമുക്ക് ഇവിടെ കുറച്ച് പരിപാടിയുള്ള. ഓ മീനിതാ. കുറച്ച് കനലുണ്ടല്ലോ. നോക്കട്ടെ, ഇതിനുള്ളിൽ പോകല. അപ്പൊ ഉള്ളത് മീൻ ചൂടാട്ടെ. എണ്ണ ആയി കൊടുക്കണം. നല്ല ശുദ്ധമാണ് വെളിച്ചെണ്ണ. ആ സൂപ്പർ മണല്ലേ. വെന്ത് തുടങ്ങിട്ടാ. ഒരു മീൻ ഇതാ കിടന്ന് പെടയാന്ന് പറയും. സംഗതി വെന്ത് വിട്ടാ രതീഷ. അതിൻ്റെ ഇതൊക്കെ മാറി. സംഗതി വെന്ത് വിട്ടു രതീഷ അല്ലേ? ഉള്ളിൽ ചൂടല്ലേ മീനൊക്കെ പോണു. ആ ഇതാ രതീഷേ ഒന്ന് വെന്ത് വീണതാ. ആണാ? പതുക്കെ എടുക്കല്ലേ. 3-4 താഴെ വീണുട്ടാ. ഓക്കെ 3-4 താഴെ വീണുട്ടോ അല്ലേ? അത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സംഭവം പറയാം, മീനല്ലേ ചൂട് തട്ടുമ്പോഴേക്കും വേണം. ഓ ഇത് ഒരുപാട് വേണ്ട. നമുക്കിതിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാം അല്ലേ? സംഗതി വെന്ത് ഉടഞ്ഞു പോയിട്ടത് അല്ലേ? ഓ സംഭവം പൊളിട്ടാ. എങ്ങനെയുണ്ട്? പിന്നെ അടിപൊളി അടിപൊളി. പക്ഷെ എന്ത് ശരിയും കൂടി ഒന്ന് ഫ്രൈ ആണ് ഇതില്ലേ. നമ്മൾ ഈ റോളിനെ കറക്കുന്നുണ്ട്. ഇതിങ്ങനെ വേകുമ്പോൾ വിട്ടു പോകണം. നമ്മൾ ഉള്ളിലും കൂടി കരിയിട്ടില്ലേ പെട്ടെന്ന് വിട്ടു വരാൻ നോക്കില്ലേ. വെന്തിട്ടുണ്ട് സാധനം കേട്ടാ. എല്ലാ മീനും സൂപ്പറായി വെന്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ റോളറിലിട്ട് കറക്കുക. നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, സംഭവം സൂപ്പർ ടേസ്റ്റ് ഇട്ടാ. ആ നമ്മുടെ മസാല ഉണ്ടാ. മസാല എന്തായാലും അടിപൊളി അടിപൊളി മസാല. മീന് പിന്നെ ഒരു പ്രത്യേക ഗുണമുണ്ട്. അത്ര എന്നാലും മടുക്കില്ല. ഇനി ഇതൊക്കെ നമുക്കിങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ കുട്ടികൾ കൊടുക്കാനേ ഇതൊക്കെ കഴിക്കുന്ന ഇതൊക്കെ ഞാൻ പിച്ച് ടേസ്റ്റ് നോക്കിയാ കണ്ടാ. ഫസ്റ്റ് കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി. സംഭവം എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ എന്താ സംഭവം നമ്മുടെ ഫ്രൈ പോലെ ആയില്ല. പക്ഷേ ഫ്രൈ ചെയ്ത ഫ്രൈൻ്റെ ടേസ്റ്റ് ഇല്ലേ, ഇത് വേറെ ടേസ്റ്റ് അടിപൊളി മാര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്കും കൂടി ഞാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം
നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം അല്ലേ? ബൈ. എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് പോകാൻ കേട്ടോ. ബാക്കി അവിടെ ഇരിക്കട്ടെ. മീനായതുകൊണ്ട് പിന്നെ എത്ര നേരം മടുക്കില്ല. അതാണല്ലേ.